എല്ലാവർക്കും ഒരിക്കൽ കൂടി ടെജി ഓൺലൈനിലേക്ക് ഹാർദമായ സ്വാഗതം. കഴിഞ്ഞ നമ്മുടെ വീഡിയോകളിൽ ക്രിയേറ്റ്, ആൾട്ടർ, ഇൻസേർട്ട് തുടങ്ങിയ സ്റ്റേറ്റ്മെൻറ്റുകളെ കുറിച്ചിട്ട് നമ്മൾ വിശദമായി സംസാരിക്കുകയുണ്ടായി. അപ്പോൾ ഇന്ന് അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ടേബിളിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എങ്ങനെ നമുക്ക് ഡിലീറ്റ് സ്റ്റേറ്റ്മെൻറ്റുകൾ ഉപയോഗിക്കാൻ പറ്റും, അതേപോലെ തന്നെ ഏത് രീതിയിലായിരിക്കും നമുക്ക് അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റുകൾ ഉപയോഗിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ടേബിളിൽ നിന്ന് റോകളെ ഡിലീറ്റ് ചെയ്ത് കളയുക, അതിനു വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ഡിലീറ്റ് എന്ന് പറയുന്ന ഒരു DML സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇത് പല രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഓരോ രീതിയിലും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലായിരിക്കും ടേബിളിൽ നിന്നുള്ള ഡിലീഷൻ സംഭവിക്കുന്നത്. ഡിലീറ്റ് നിങ്ങൾക്കൊരു കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഡിലീറ്റ് ഒരു ടേബിൾ നെയിം എന്നുള്ള രീതിയിൽ ഈ കമാൻഡിനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അത് ആ ടേബിളിലുള്ള എല്ലാ റോകളെയും ഡിലീറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത് കൊടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. കണ്ടീഷൻസ് ഒന്നും ഇല്ലാതെ നമ്മൾ ഡിലീറ്റ് ആ ടേബിൾ നെയിം മാത്രം പറയുമ്പോൾ മൊത്തത്തിലുള്ള ഡേറ്റ ലോസ് സംഭവിക്കാനായിട്ടുള്ള ചാൻസുകളുണ്ട്. നിങ്ങൾക്ക് ആ അവസരങ്ങളിൽ വേണമെങ്കിൽ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന DCL സ്റ്റേറ്റ്മെൻറ്റായ റോൾ ബാക്ക് ഉപയോഗിച്ചിട്ട് ഡേറ്റ റിക്കവർ ചെയ്യാം. എങ്കിൽ കൂടി ഇത്തരത്തിൽ ഡിലീറ്റ് സ്റ്റേറ്റ്മെൻറ്റുകൾ ഉപയോഗിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധ ചെലുത്തേണ്ട ആവശ്യമുണ്ട്. എന്നാൽ സാധാരണ അവസരങ്ങളിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഡിലീറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഒരു വെയർ കണ്ടീഷൻ്റെ കൂടെ ആയിരിക്കും. ഡിലീറ്റ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേബിൾ നെയിം പറയുക, അല്ലെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു കണ്ടീഷനോടൊപ്പം തന്നെ നമുക്ക് കൊടുക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ ഞാൻ കൊടുത്തു വെച്ചിരിക്കുന്ന ഒരു രീതി നോക്കുക. ഡിലീറ്റ് കോഡ്സ് വെയർ കോഴ്സ് കോഡ് ഈസ് ഈക്വൽ ടു MIS 220. അപ്പോൾ കോഴ്സ് കോഡ് MIS 220 എന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന സ്പെസിഫിക് റോകളെ നമ്മളുടെ റിലേഷൻസിൽ നിന്നും ഡിലീറ്റ് ചെയ്യുവാനായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു കമാൻഡ് കൊടുക്കുന്നത്. ആ ഡിലീറ്റ് വേറിൻ്റെ മറ്റൊരു രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റാണ് അതിന് താഴെ എഴുതിയിരിക്കുന്നത്. അവിടെ നോക്കുക, ഡിലീറ്റ് കോഡ്സ് വേർ അവേഴ്സ് ഈക്വൽ ടു 40. അപ്പോൾ ഇവിടെ ഒരു ഗ്രൂപ്പ് ഓഫ് റോകളായിരിക്കും ഡിലീറ്റ് ചെയ്യുന്നത്. അതിലെ അവേഴ്സിൽ 4 സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് റോസ് നമ്മുടെ റിലേഷൻസിൽ നിന്ന് അത് ഡിലീറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ഈ കണ്ടീഷൻ പറയുന്ന സമയത്ത് വ്യത്യസ്തങ്ങളായിട്ടുള്ള ബൂളിയൻ എക്സ്പ്രഷൻസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന റെക്കോർഡുകളായിരിക്കും നമ്മളുടെ റിലേഷൻസിൽ നിന്ന് ഡിലീറ്റ് ആകുന്നത്. നോക്കുക, ഡിലീറ്റ് കോഡ്സ് വെയർ അവേഴ്സ് ലെസ് ദാൻ 4. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് റോസിനെ നമ്മുടെ റിലേഷൻസിൽ നിന്ന് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഇനി സാധാരണ ഇൻറ്റഗ്രിറ്റി കൺസ്ട്രൈൻസ് ഉൾപ്പെടുന്ന രീതിയിലുള്ള റെക്കോർഡുകൾ ഡിലീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. നമ്മളൊരു പാരന്റ് ചൈൽഡ് റിലേഷൻഷിപ്പുകൾ ഉപയോഗിക്കുന്ന രീതിയിലുള്ള പ്രൈമറി കീ കൺസെപ്റ്റുകളും അതേപോലെ തന്നെ ഫോറിൻ കീ കൺസെപ്റ്റുകളും നമ്മളുടെ ടേബിൾ ഡിസൈനിങ്ങിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഡേറ്റ ഉൾപ്പെടുന്ന റിലേഷൻസിൽ നിന്ന് നമ്മൾ ഡിലീഷൻ നടത്തുമ്പോൾ ഇൻറ്റഗ്രിറ്റി കൺസ്ട്രൈൻസ് വയലേറ്റ് ചെയ്യാത്ത രീതിയിലുള്ള ഡേറ്റ മാത്രമേ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഡിലീറ്റ് കോഡ്സ് വേർ കോഴ്സ് കോഡ് ഈസ് ഈക്വൽ ടു MIS 220. അപ്പോൾ ഒരു പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കോഴ്സ് കോഡ് നമ്മൾ ഡിലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ,  അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഫോറിൻ കീ വാല്യൂസ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ
അല്ലെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ചൈൽഡ് റെക്കോർഡുകൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ തരത്തിലുള്ളൊരു കമാൻഡ് കൊടുക്കുമ്പോൾ അവിടെ ചില എറർ മെസ്സേജുകൾ ഉണ്ടാകുന്നതായിരിക്കും. ഇൻ്റഗ്രിറ്റി കൺസ്ട്രൈൻറ്റ് വയലേറ്റഡ് എന്നുള്ള എറർ മെസ്സേജുകൾ ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ ചൈൽഡ് റെക്കോർഡുകൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ റെക്കോർഡുകൾ ഡിലീറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് നേരുന്നതായിരിക്കും. ഇനി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു തരത്തിലുള്ള DML കമാൻഡാണ് അപ്ഡേറ്റ് കമാൻഡ് എന്നുള്ളത്. ഇത് സാധാരണ നിങ്ങൾക്ക് അതിൻ്റെ പേര് കേട്ട് തന്നെ മനസ്സിലാകും. നമ്മുടെ റിലേഷനിലുള്ള ഡേറ്റ അപ്ഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിന് ഏതെങ്കിലും തരത്തിലുള്ള മോഡിഫിക്കേഷൻസ് വരുത്തുന്നതിന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ അപ്ഡേറ്റ് കമാൻഡുകൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ അതിൻ്റെ രീതി നോക്കുക. അപ്ഡേറ്റ് ടേബിൾ നെയിം പറയുന്നു, പിന്നെ അതിനുശേഷം സെറ്റ് എന്ന് പറയുന്നൊരു കീവേഡ്, പിന്നെ നമുക്ക് സെറ്റ് ചെയ്യേണ്ട കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ഒരു കോളങ്ങളുടെ വാല്യൂ നമുക്കിവിടെ പറയാം. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാൻ കാണിച്ചു വെച്ചിരിക്കുന്നത് അപ്ഡേറ്റ് കോഡ്സ് സെറ്റ് അവേഴ്സ് ഈക്വൽ ടു 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഡ്സ് എന്ന് പറയുന്ന ആ ഒരു കറസ്പോണ്ടിങ് റിലേഷനിലുള്ള എല്ലാ റോകളിലും നമ്മൾ അവേഴ്സ് 5 ആയിട്ട് സെറ്റ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കംപ്ലീറ്റ് കോളങ്ങളുടെ വാല്യൂ സെറ്റ് ചെയ്ത് വെക്കുകയോ അതല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഒരു വെയർ കണ്ടീഷനൊക്കെ കൂടി ചേർത്ത് സ്പെസിഫിക് ആയിട്ട് ഏതെങ്കിലും റോകളുടെ മാത്രം വാല്യൂസ് സെറ്റ് ചെയ്ത് കൊടുക്കുകയോ ചെയ്യാനായിട്ട് സാധിക്കും. അതല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് റോസിൻ്റെ വാല്യൂസ് നമുക്ക് ഇതേപോലെ അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചിട്ട് മാറ്റുവാനായിട്ട് സാധിക്കും. അപ്പോൾ അടുത്ത എക്സാമ്പിൾ നോക്കുക. ഇവിടെ കൊടുത്തിരിക്കുന്ന രീതി അപ്ഡേറ്റ് ടേബിൾ നെയിം, ദെൻ സെറ്റ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോളം വാല്യൂസ്, പിന്നെ വെയർ എന്ന് പറയുന്നൊരു കറസ്പോണ്ടിങ് കണ്ടീഷൻ. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളാണിത്. അപ്പോൾ അപ്ഡേറ്റ് കോഡ്സ് സെറ്റ് അവേഴ്സ് ഈക്വൽ ടു 5 വെയർ കോഡ്സ് കോഡ് ഈസ് ഈക്വൽ ടു MIS 220. അപ്പോൾ ഇവിടെ സ്പെസിഫിക് ആയിട്ട് ഒരു റോയുടെ വാല്യൂ മാത്രം നമ്മൾ ചേഞ്ച് ചെയ്യാണ്. കോഡ്സ് കോഡ് MIS 220 എന്ന് പറയുന്ന രീതിയിൽ കൊടുത്തിട്ടുള്ള ഒരു റെക്കോർഡിൽ അവേഴ്സ് 5 ആയിട്ട് സെറ്റ് ചെയ്ത് വെക്കുന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിനു മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്ത കോഡ്സ് എന്ന് പറയുന്നൊരു റിലേഷൻ ആയിരിക്കും നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. അതിലെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോളങ്ങളുടെ പേരുകളൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതായത് അതിൽ അവേഴ്സ് ഒരു ന്യൂമറിക്കൽ കോളമായിരുന്നു, കോഡ്സ് കോഡ് ഒരു ആൽഫ ന്യൂമറിക് കോളമായിരുന്നു, അതുപോലെ തന്നെ കോഡ്സ് നെയിം ഒരു ആൽഫ ന്യൂമറിക് വാല്യൂ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കോളമായിരുന്നു. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ എക്സാമ്പിൾസ് പറയുന്നത്. ഇനി ഇത് തന്നെ ഒരു സെറ്റ് ഓഫ് റോസിലെ വാല്യൂസ് എങ്ങനെ നമുക്കൊരു അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചിട്ട് മാറ്റുവാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് നമ്മളിവിടെ വിവരിക്കുന്നത്. ഇവിടെയും അപ്ഡേറ്റ് ഒരു കറസ്പോണ്ടിങ് ടേബിൾ നെയിം പറയാം, ദെൻ സെറ്റ് കീവേഡ് ഉപയോഗിക്കാം. ഏത് കോളത്തിന്റെ വാല്യൂ ആണോ സെറ്റ് ചെയ്യാനായിട്ടുള്ളത് അത് ഈക്വൽ ടു സിമ്പൽ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഒരു എക്സ്പ്രഷൻ ഉപയോഗിച്ചിട്ട് അവിടെ സ്പെസിഫൈ ചെയ്യാം. പിന്നെ ഒരു കണ്ടീഷൻ പറയാം. അപ്പോൾ ഇവിടെ അപ്ഡേറ്റ് then table name codes, then set hours equal to 3, പിന്നെ where ഒരു കണ്ടീഷൻ പറയാണ്, where course code like MIS percentage. അപ്പോൾ MISൽ സ്റ്റാർട്ട് ചെയ്യുന്ന MIS എന്ന് പറയുന്ന ആ ഒരു ആൽഫബറ്റിക് വാല്യൂവിൽ സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ കറസ്പോണ്ടിങ് റോകളുടെയും അവേഴ്സ് 3 ആയിട്ട് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ലൈക്ക് എന്ന് പറയുന്നൊരു കീവേഡിൻ്റെ ഉപയോഗം കൂടെ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് കോഴ്സ് കോഡ് MISന് സമാനമായിട്ടുള്ള എല്ലാ വാല്യൂസും സ്റ്റോർ ചെയ്തിരിക്കുന്ന റെക്കോർഡുകളിലെ അവേഴ്സ് 3 ആയിട്ട് ചേഞ്ച് ചെയ്യുക
എന്നുള്ളതായിരിക്കും ഈ പറയുന്ന ഒരു എക്സാമ്പിളിൻ്റെ മീനിങ്. ഇവിടെയും ഇൻ്റഗ്രിറ്റി കൺസ്ട്രെയിൻസ് അഥവാ ഒരു ഫോറിൻ കീ പ്രൈമറി കീ ബന്ധം എസ്റ്റാബ്ലിഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ടേബിളിലെ ഡേറ്റ നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അവിടെ ഇൻ്റഗ്രിറ്റി കൺസ്ട്രെയിൻസിൻ്റെ വയലേഷൻ സംഭവിക്കാത്ത രീതിയിൽ വേണം നമ്മൾ ഡേറ്റ ഇൻസേർട്ട് ചെയ്യാനായിട്ട്. അതായത് ഇപ്പോൾ നിങ്ങളൊരു ഫോറിൻ കീ വാല്യൂ ഇൻസേർട്ട് ചെയ്യുന്നുണ്ട് എന്ന് വെക്കുക. അപ്പോൾ അങ്ങനെ ഫോറിൻ കീ വാല്യൂ ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അത് പ്രൈമറി കീ വാല്യൂവിലുള്ള അല്ലെങ്കിൽ പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ടേബിളിലുള്ള ഏതെങ്കിലും വാല്യൂ മാത്രമേ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനായിട്ടുള്ള പെർമിഷൻ ഉള്ളൂ. അതല്ലെങ്കിൽ അവിടെ ഒരു റഫറൻഷ്യൽ ഇൻ്റഗ്രിറ്റിയുടെ വയലേഷൻ സംഭവിക്കും. അപ്പോൾ അങ്ങനെയുള്ള വയലേഷൻ സംഭവിക്കുന്ന റെക്കോർഡുകളിലേക്ക് ഡേറ്റ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് DBMS നമ്മളെ അനുവദിക്കില്ല. അപ്പോൾ പ്രൈമറി കീ വാല്യൂസ് ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഏതെങ്കിലും വാല്യൂസ് മാത്രമേ നമുക്ക് ഫോറിൻ കീ വാല്യൂയിലൂടെ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കൂ. ഇതേപോലെ തന്നെയാണ് പ്രൈമറി കീ വാല്യൂസ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുമ്പോഴും വരുന്ന ഒരു സംഭവം. അതായത് പ്രൈമറി കീ വാല്യൂസ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. എപ്പോൾ? അതായത് ആ ഒരു പ്രൈമറി കീ വാല്യൂ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന റെക്കോർഡ് നമ്മളൊരു ഫോറിൻ കീ ഉപയോഗിച്ചിട്ട് മറ്റൊരു ടേബിളുമായിട്ട് ബന്ധിപ്പിച്ച് വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രൈമറി കീ വാല്യൂ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതിന് അനുയോജ്യമായ രീതിയിലുള്ള ഒരു റെക്കോർഡ് നിങ്ങളുടെ റിലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ റഫറൻസ് കൊടുത്തു വെച്ചിരിക്കുന്ന ഒരു ടേബിളിൽ ഉണ്ടെങ്കിൽ നമുക്കിവിടെ പ്രൈമറി കീ വാല്യൂ ചേഞ്ച് ചെയ്ത് എടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അതിന് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ മാത്രമായിരിക്കും നമുക്ക് പ്രൈമറി കീ വാല്യൂസും ഫോറിൻ കീ വാല്യൂസും എൻ്റർ ചെയ്യാനായിട്ട് സാധ്യമാകും. എന്നാൽ ഈ കൺസ്ട്രൈൻറ്റ് നമ്മൾ റെസ്ട്രിക്റ്റഡ് അല്ലെങ്കിൽ കാസ്കേഡഡ് എന്നുള്ള രീതിയിൽ ഉപയോഗിക്കുമ്പോൾ ഇതിന് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ നമുക്ക് ഡാറ്റ അപ്ഡേഷൻ നടത്തുവാനായിട്ട് സാധിക്കുന്നതായിരിക്കും. നമ്മൾ ഇൻ്റഗ്രിറ്റി കൺസ്ട്രെയിൻസിനെ കുറിച്ചിട്ട് പറഞ്ഞപ്പോൾ റെസ്ട്രിക്റ്റഡ് അതേപോലെ തന്നെ കാസ്കേഡഡ് തുടങ്ങിയവയെ കുറിച്ചിട്ട് സംസാരിക്കുകയുണ്ടായി. അപ്പോൾ അത്തരത്തിൽ കീവേഡുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രൈമറി കീ വാല്യൂസും അതേപോലെ തന്നെ ഫോറിൻ കീ വാല്യൂസും നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അതിനനുയോജ്യമായ രീതിയിലുള്ള ഒരു എക്സാമ്പിളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇപ്പം ഞാനൊരു കോഴ്സ് കോഡ് എന്നുള്ളത് ഒരു പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ ഈ പ്രൈമറി കീക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ഫോറിൻ കീ റെക്കോർഡ് അല്ലെങ്കിൽ ഫോറിൻ കീ വാല്യൂ ഉപയോഗിക്കുന്ന മറ്റൊരു റെക്കോർഡ് വേറൊരു റിലേഷൻ ഉണ്ടെങ്കിൽ നമുക്കിവിടെ ഈ പ്രൈമറി കീയെ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഞാനിങ്ങനെ കൊടുക്കുകയാണ് അപ്ഡേറ്റ് കോഴ്സ് സെറ്റ് കോഴ്സ് കോഡ് ഈസ് ഈക്വൽ ടു MIS 220 where course code is equal to MIS 220. അപ്പോൾ കോഴ്സ് കോഡ് 221 ആയിട്ട് നമ്മൾ ചേഞ്ച് ചെയ്യുകയാണ്. ഏത് റെക്കോർഡിൻ്റെ? MIS 220 ഉള്ള ഒരു റെക്കോർഡിൻ്റെ കോഴ്സ് കോഡ് 221 ആക്കുകയാണ്. പക്ഷേ ആ സമയത്ത് ഇത് മറ്റൊരു ടേബിളിൻ്റെ റെക്കോർഡുമായിട്ട് റിലേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അവിടെ ഒരു ചൈൽഡ് റെക്കോർഡ് നിങ്ങൾക്കുണ്ടെങ്കിൽ ആ ചൈൽഡ് റെക്കോർഡിൽ ഇത് റിഫ്ലക്റ്റ് ചെയ്യപ്പെടും. അതുകൊണ്ട് ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു അപ്ഡേഷൻ നടത്തുമ്പോൾ അത് ഇൻ്റഗ്രിറ്റി കൺസ്ട്രെയിൻറ്റിൻ്റെ ഒരു വയലേഷനാകും. അപ്പോൾ ഇതൊരു എറർ മെസ്സേജ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇൻ്റഗ്രിറ്റി കൺസ്ട്രെയിൻറ്റ് വയലേറ്റഡ് അല്ലെങ്കിൽ ചൈൽഡ് റെക്കോർഡ് ഫൗണ്ട് എന്നുള്ള രീതിയിലുള്ള ഒരു എറർ മെസ്സേജ് നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ അപ്ഡേഷൻ നടത്തുമ്പോൾ ഇത്തരത്തിലുള്ള റഫറൻഷ്യൽ ഇൻ്റഗ്രിറ്റി കൺസ്ട്രെയിൻസ് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് അപ്ഡേഷൻ കൃത്യമായിട്ട് നടക്കുകയുള്ളൂ. അപ്പോൾ ഇത്രയും സമയം
ഡിലീഷനെ കുറിച്ചിട്ടും അതേപോലെ തന്നെ അപ്ഡേഷനെ കുറിച്ചിട്ടും ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ്. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ അത് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ ഈ ചാനലിൻ്റെ ലിങ്കുകൾ മറ്റുള്ളവരിലേക്കും പാസ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.